Hi dears, welcome back to our family. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിഞ്ഞ പാട്ടയും കുപ്പിയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊറിയൻ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അല്ല, ഞാനിത് മേടിച്ച സമയത്തേ പറഞ്ഞതാണ്. ഇതൊരു 2 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ റിവ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസാറിക്സിൻ്റെ ആയിരുന്നു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ബാക്കിയുള്ള കൊറിയൻ പ്രൊഡക്ട്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഫോർഡബിളാണ് എന്ന് കരുതിയിട്ട് ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സെയിം ഞാനിത് വലിച്ചു നീട്ടാൻ തന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ഓഫ് ജോൺസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ബ്യൂട്ടി ഓഫ് ജോസൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നതെന്ന് തോന്നുന്നു. ഞാനാദ്യം ജോൺസൺ എന്നായിരുന്നു പഠിച്ചു വെച്ചിരുന്നത്. പക്ഷേ ബ്യൂട്ടി ഓഫ് ജോസൻ എന്നാണ് കേട്ടോ. കണ്ട, അതിൻ്റെ 3 items ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ അത്യാവശ്യം ഞാൻ കോസാറക്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ആവും. ഇതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് കേട്ടോ. അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കി, അതായത് പെയ്ഡ് പ്രൊമോഷൻ അല്ലാതുള്ള റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ സാധനം നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. അഫോർഡബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ റേറ്റ് വരുന്നത്, ഇത് ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാനിത് മേടിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കത്തുമില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ബ്യൂട്ടി ഓഫ് ജോസൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000 റുപ്പീസാണ്. അതായത് 2000 രൂപയ്ക്കുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല കേട്ടോ. എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്, 2027 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് 50 ml, അതായത് 50 ml മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല, ബിക്കോസ് എല്ലാം എഴുതിയിരിക്കുന്നത് കൊറിയൻ ലാംഗ്വേജിലാണ്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് വാട്ടർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. മിക്ക കൊറിയൻ പ്രൊഡക്ട്സിലും അവർ യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് വാട്ടർ തന്നെയാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ് എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു 3 ഐറ്റംസിലും ഇല്ല. നമ്മൾ കൂടുതൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഈ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നോക്കട്ടെ, ഒരു ഓയിൽമെൻറ്റ് ലൈക്ക് നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ചെറിയ ട്യൂബിൻ്റെ അകത്തുള്ള ഓയിൽമെൻറ്റുകളൊക്കെ മേടിക്കുമല്ലോ, അന്നേരമുള്ള ചെറിയ മൈൽഡായിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ക്രീം ബേസാണ്. മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വിധത്തിലുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സും പുറത്തുനിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്നില്ല. ഞാൻ കൂടുതൽ ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, അത് ഡോട്ട് ആൻഡ് കീൻ്റെ ആണ്. പിന്നെ ഒരു ടോണർ, അതിപ്പോൾ എൻ്റെ കയ്യിൽ ഏതാണോ കിട്ടുന്നത് ആ ഒരു ടോണർ അപ്ലൈ ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ, ഇത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഡോട്ട് ആൻഡ് കീ തന്നെ ഞാൻ ഓർഡർ കൊടുത്തു. ഡോട്ട് ആൻഡ് കീ അത്യാവശ്യം നല്ലതാണ്. അതിൻ്റെ റിവ്യൂ നമുക്ക് വേറെ പറയാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 2000 റുപ്പീസ് കൊടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങുന്നത് ഭയങ്കര നഷ്ടമാണ്. ഒരു മോയ്സ്ചറൈസർ എന്നതിനുപരി ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല. നിങ്ങൾ മേടിച്ച് നോക്ക് എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ 2000 രൂപ ഈ സാധനം വാങ്ങേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും. വേണമെന്നുണ്ടെങ്കിലേ വാങ്ങാവൂ. ഈ സാധനം അത്ര ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേസ് അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു
ഒരു ഡേ ഫുൾ, അതായത് രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് വരെയും നമുക്ക് ഫേസിൽ ആ ഒരു മോയ്സ്ചറൈസർ നിൽക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡോട്ട് ആൻഡ് കീയുടെയും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറാണ്. പക്ഷേ ഈ 2000 രൂപ കൊടുത്ത് വാങ്ങുന്നതിൻ്റെ വേർത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ചു തരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറം ആണ് കേട്ടോ, കണ്ടോ. ഇതും നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോൺസിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്ന കുറച്ച് തിക്കായിട്ടുള്ളൊരു സിറമാണ്, കണ്ടോ. പോയി പോട്ടെ, കുഴപ്പമില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എല്ലാം കൊറിയൻ ലാംഗ്വേജാണ് എഴുതിയേക്കുന്നത്. ഞാനൊരു 2 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോ സീറോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടന്റ് വരുന്നത് നിയാസിനമൈഡ് ആണ് കേട്ടോ. മെയ്ഡ് ഇൻ കൊറിയ ആണ്. 2027 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ ഈ സാധനം യൂസ് ചെയ്ത് ഒരു 1 വീക്ക് അല്ല, ഒരു 2-3 ഡേയ്സിനെല്ലാം നല്ല റിസൾട്ട് തരുന്ന ഒരു സിറമാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നാണ് ആദ്യം അപ്ലൈ ചെയ്ത് നോക്കി, അതുകൊണ്ടിട്ട് ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. എന്നാ കാശിന്നാ ബാ, ഡിഫറെൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. ബാ, ഇനി തുറന്നു കൊടുക്കാൻ പറയുമോ എന്തോ. മഴ പെയ്യുന്നു ഇവിടെ കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? ഇന്നിപ്പോൾ എന്താണ്, സാറ്റർഡേ ആണ്. മഴ പെയ്യുന്നുണ്ട്. പത്രത്തിലുണ്ടായിരുന്നു മഴ പെയ്യുന്നു. ഈ മഴ പെയ്യുമ്പോഴുള്ള മണ്ണിൻ്റെ മണമുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ. ഞാൻ ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം തുടങ്ങിയാണ് മണ്ണിൻ്റെ മണം കേൾക്കുന്നുണ്ട് എനിക്ക് മണ്ണ് കഴിക്കാനായിട്ട് തോന്നല്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അയണിൻ്റെ പ്രോബ്ലം ആണെന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടില്ല. തുറന്നു കൊടുക്കാന് മമ്മിക്ക് ഇത് തുറക്കാൻ പറ്റുന്നില്ല. വന്നോ, ഇത് തുറക്കുന്നതല്ല, ഇങ്ങനെ കളിക്കുന്നതാ. രാകണ്ട, ഇങ്ങനെ കളിച്ചോ. ചിത്തുമോനെ മാമോനെടുത്തോ. ഞാനൊക്കെ തുറക്കുന്നതല്ലേ ഇത്. ജിത്തുമോനെ ഇവനെ ഒന്ന് മോനെ ആ ഗേറ്റ് അടച്ചേരെ. അപ്പം നമ്മൾ സിറത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് വന്നത്. കാശി ഇതിനിടയ്ക്ക് അലമ്പത. സിറത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തൊരു 4 days തന്നെ നല്ല റിസൾട്ട് ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സിറം ആണ് കേട്ടോ ഇത്. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എനിക്ക് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും റിസൾട്ടൊക്കെ ഉണ്ടാവുമോ എന്ന് ഞാൻ ആലോചിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1700 രൂപയായിരുന്നു. പിന്നെ ഉള്ള ഒരു അതതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കും. അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് ഒന്നും വരില്ല. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് പിമ്പിൾസോ കാര്യങ്ങളൊന്നും വരില്ല. തുറക്കാൻ പറ്റില്ല എന്നോ അതായത് ഇങ്ങനെ ഇരിക്കുക. കണ്ടോ, ഇതാ ഇങ്ങനെ കളിക്കുന്ന. അപ്പോൾ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് സ്കിന്ന് ബ്രൈറ്റൺ ആക്കി, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ പോയി സൂപ്പറാണ്, നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ സാധനത്തിൻ്റെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഭയങ്കര കുറവാണ്. 30 ml എന്തോളം 1700 രൂപയ്ക്ക്. ആ 1700 രൂപയ്ക്ക് ആ കണ്ടൻറ്റ് കുറവ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറവ് തന്നെയാണ്. ആ ഒരു റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇത്രയും റിസൾട്ട് കിട്ടുന്ന വേറെ ഒരു സിറം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം സൂപ്പറാണ്. പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്താലുള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെയർ ആവുമല്ലോ, അത് അതേ കണക്ക് തന്നെ പോയി കിട്ടും. അതിപ്പം ഞാൻ ഇതിനെ കുറ്റം പറയല്ല. നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ആദ്യം ഇത് കണക്ക് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആക്കുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ
കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഒന്ന് നിലനിർത്തുന്ന മറ്റെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിർത്തുക. ഞാൻ കോസാറക്സ് നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഈ ഒരു ഐറ്റംസ് യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഞാൻ കോസാറക്സ് നിർത്തിയത്. അന്നേരം എനിക്ക് അതുകൊണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഈ ആ പ്രൊഡക്റ്റിന് അങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായില്ല. ഇതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഫെയർ ആയ സംഭവം അതേ കണക്കാണ് ഡിമ്മായി. പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു. ഞാനിപ്പം നമ്മുടെ ആയുർവേദ മരുന്നുകളും അതുപോലെ തന്നെ വീട്ടുമരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അരിപ്പൊടി, ഓട്സ് പൊടി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഒഴിവാക്കി കേട്ടോ. ഉള്ളത് പറയാമല്ലോ, വെറുതെ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടിട്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഞാൻ 2 months യൂസ് ചെയ്തു. 2 months ആ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഞാൻ ആ ഒരു സെറം അധികം ഫേസിൽ അപ്ലൈ ചെയ്യില്ലായിരുന്നു, കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളായിരുന്നു. കാര്യം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും, അതുകൊണ്ടിട്ട്. പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു എന്താ പറയുക, ടോണർ. ഈ ടോണർ സൂപ്പറാണ്. എനിക്കിതിനെ പറ്റിയിട്ട് നെഗറ്റീവ് ഒന്നും പറയാനായിട്ടില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1700 1500 ആ ഒരു റേറ്റിൻ്റെ അകത്തായിരുന്നു തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ടാഗ് ചെയ്യാം. പക്ഷേ ഈ 3 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം ഞാൻ ഇനിയും വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഐറ്റമാണ് കേട്ടോ. മേ ബി നല്ലൊരു സിറം നോക്കി ടോണർ നോക്കി ഞാൻ പോകുമ്പോൾ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സാധനമാണ് വേറെ ചേഞ്ച് ചെയ്ത് മേടിച്ചിട്ടേ ഞാൻ ഇത് മേടിക്കുകയുള്ളൂ. കാര്യം എല്ലാത്തിൻ്റെയും റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ടിട്ട്. ഇത് അത്യാവശ്യം നല്ല സിറമാണ്. നമ്മുടെ റോസ് വാട്ടർ തന്നെയാണ് കേട്ടോ, ഇതിൻ്റെ എസെൻസ് വാട്ടർ എന്നാണ് പറയുന്നത്. ടോണർ അല്ല, ഇത് എസെൻസ് വാട്ടറാണ്. ജിൻസിങ് അതുപോലെ തന്നെ റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്തല്ല, ഈ എല്ലാ ഐറ്റംസിനകത്തും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ കെമിക്കൽ ഫ്രീ ആണ് എന്നാണ് കൊറിയൻ പ്രോഡക്റ്റ്സ് എല്ലാം അവർ പറയുന്നത്. ഇതൊക്കെ കെമിക്കൽ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് ആ ഒരു സൈഡ് എഫക്റ്റ് വന്നുകൊണ്ട് ഞാൻ അതാദ്യം നിർത്തിയത്. ആ സിറമാണ് ആദ്യം നിർത്തിയത്, അതിനുശേഷമാണ് മോയ്സ്ചറൈസർ നിർത്തിയത്. ഇത് പക്ഷേ ഞാൻ നിർത്തിയിട്ടില്ല, ഇത് തീർന്നിട്ട് നിർത്താൻ കഴിച്ചു. കുറച്ചും കൂടെ ഉണ്ടല്ലോ, നിർത്തി കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ എങ്ങനെയാണ്. നിർത്തുമ്പോഴത്തേനും ഞാൻ ബെസ്റ്റ് ഒരു ടോണർ മേടിച്ചിട്ടേ നിർത്തത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ടോണർ എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്, എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതിപ്പോൾ എനിക്ക് കൊറിയൻ പ്രോഡക്റ്റ് തന്നെ വേണമെന്നില്ല, ഏത് ടോണർ കിട്ടിയാലും ഞാൻ അപ്ലൈ ചെയ്യും. മേ ബി എനിക്ക് ഈ നാട്ടിലുള്ള ടോണേഴ്സിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊറിയൻ പ്രൊഡക്ട്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോസാറിക്സ് ആയാലും ഈ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ആയാലും ഒക്കെ ഓക്കെ സൂപ്പർ ടോണേഴ്സാണ്. സോ ഞാൻ എന്തായാലും കൊറിയൻ പ്രോഡക്റ്റ് ആയിരിക്കും നോക്കി പോകണത്. നമ്മൾ ഈ കൊറിയൻ പ്രോഡക്റ്റ് നോക്കി പോണതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന് ഇതിനകത്ത് കെമിക്കൽ ഫ്രീ ആയിരിക്കും, അങ്ങനെയുള്ള പാരബൻ ഫ്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പോകണത്. അങ്ങനെയൊക്കെ ഓക്കെയാണ്. പിന്നെ അത് നിർത്തിയപ്പോൾ ആ ഒരു സിറം നിർത്തിയപ്പോൾ നിയാസിനമൈഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി മേ ബി അതുകൊണ്ടിട്ടായിരിക്കാം. കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ ഞാനൊരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡെർമറ്റോളജിസ്റ്റോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുള്ള ഒരു റിസൾട്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പറയുകയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു എസെൻസ് വാട്ടർ കൂട്ടത്തിൽ കേമൻ എന്ന് എനിക്ക് തോന്നിയത് ഈ സാധനമാണ്. ഈ സാധനം ഞാൻ ഇനിയും മേടിക്കും. ഇപ്പോൾ അല്ല, അടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്തൊക്കെയോ ടോണറൊന്നും ഞാൻ കാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മോയ്സ്ചറൈസർ തന്നെയാണ് പിന്നെയും വാങ്ങാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം നല്ലത് നോക്കി മേടിച്ചിട്ട് ബാക്കി റിസൾട്ട് പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കും. നിങ്ങൾ 2000 1700 നമ്മൾ 1000 മുകളിലേക്ക് എന്ത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ക്യാഷ് വേസ്റ്റാണ്. ഒരു 500 600 ആ റേറ്റിനകത്തൊക്കെ നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ വിറ്റിട്ടാണ് ഞാൻ ഈ കൊറിയയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അഹങ്കാരം അല്ലാതെ എന്താ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഈ 3 നല്ലതല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ആ സിറം യൂസ് ചെയ്ത് നിർത്തിയപ്പോൾ എനിക്ക് ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ടായി. അതായത് നന്നായിട്ട് ഡള്ളായി പോയാൽ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ മോയ്സ്ചറൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ സാധനം ഈ ഒരു റേറ്റിന് വേർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വേർത്തല്ല. ഇതിന് റേറ്റ് കുറഞ്ഞിട്ട് നല്ല മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്.
സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ച്. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെയോ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെയൊക്കെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാനൊക്കെ വന്ന് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.